ഹേ ഗൈസ്, നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ 75 ഹാർഡ് ചാലഞ്ച് ഡേ 7 ആണ്. ഇപ്പോൾ 10 കഴിഞ്ഞു. നേരെ ജിമ്മിൽ പോയി, ജിമ്മും കഴിഞ്ഞ് നേരെ വന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. ഫോണിൽ ചാർജ് ഇല്ലേന്, ഡെഡ് ആയിന്. അതുകൊണ്ട് ഇവിടെ കുത്തിവെച്ച് കണ്ടാണ് ജിമ്മിന് പോയത്. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പരിപാടി, നമുക്ക് കോട്ടക്കലൊന്നും പോകണം. ഒന്നുകൂടി ഇന്നലും പോയി, ഇന്നും പോകണം. ഒരു ആവശ്യമുണ്ട്. ചിലപ്പോൾ പോവും. യെസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കണം. ഇംഗ്ലീഷിൻ്റെ ഒരു ലെസൺ കേൾക്കണം. അത് രണ്ടുമാണ് ടാസ്ക്. ഒരു 10:30 ആവും പോകാൻ. ഇപ്പോൾ 9 മണിയായി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളൊക്കെ തീർക്കണം. 10:30 മുമ്പ് തന്നെ എല്ലാം തീർക്കണം. അപ്പോൾ ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ്. അപ്പോൾ അത് ഓട്സ് ഉണ്ടാക്കണം. ഓട്സ് നമുക്ക് നമ്മളേതായ രീതിയിൽ കണ്ടുപോയി ആണ് നമ്മൾ ഇന്നത്തെ മെയിന്. ഓട്സ് എങ്ങനെ ഉണ്ടാക്കി വെക്കുക? വേവിക്കണോ അതോ പാലിൽ വെറുതെ മുക്കി വെച്ചാൽ മതിയോ എന്ന് ഞാൻ ആലോചിക്കണം. ഇപ്പോൾ പാല് വെറുതെ ഇട്ടൊക്കെ ഗൈസ്, അങ്ങനെ തിന്നോക്കാം. പിന്നെ പിറ്റേ ദിവസം വേവിച്ചു നോക്കാം. അങ്ങനെ പല രീതിയിൽ തിന്നോക്കാം ഗൈസ്. കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ഓട്സ് ഉണ്ടാക്കാം ഗൈസ്. യെസ്. ലൈറ്റ് എല്ലായിടത്തും ഞാനിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് അപ്പോൾ കണ്ടല്ലോ. കറണ്ട് ബില്ല് കൂടുവേ. കുറച്ച് നല്ല രസത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് അവിടെ വലിച്ചില്ല. ഇവിടെ നിന്ന് എടുക്കാം. അതെ, സാധനം കിട്ടണം. അല്ല, ഓട്സിൻ്റെ ഒരു 50 ഗ്രാം എടുക്കാം. കുറച്ചുകൂടി മതി. 50 ഗ്രാം ഓട്സ് എടുത്തിട്ടുണ്ട്. 50 ഗ്രാം. വല്ല ഐഡിയ ഒന്നും ഇല്ല ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന്. നമുക്ക് പാല് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ 2 പഴം അരിഞ്ഞിടുക. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് കുടിച്ചാൽ അത്ര മതി. പിന്നെ ഡേറ്റ്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നേക്കായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കണം. പിന്നെ ചിയാ സീഡ് ഉണ്ട്, അത് വാങ്ങണം. ആദ്യം നമുക്ക് ഈ പാലും ഇവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇടുക. ഓട്സ് തണുക്കുമോ? കൊണ്ടുവരാം. ആലോചിച്ചു. ഇനി 2 പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് വരാം. പേരിട്ടാ ചെയ്യാത്തവര്. നമുക്ക് റോബസ്റ്റ് പഴം കിട്ടില്ല, അതുകൊണ്ട് മൈസൂർ പഴമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ. പീനട്ട് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞു. പക്ഷേ പീനട്ട് ബട്ടർ ഓർഡർ ചെയ്താണ്, എത്തിയിട്ട് ഈ സാധനം ഇന്നിപ്പോൾ ദിവസം വ്യാഴാഴ്ചയല്ലേ, നാളെ എത്തും. നാളെ പീനട്ട് ബട്ടർ എത്തും. പിന്നെ ചിയാ സീഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പ്രോട്ടീൻ അടിക്കണം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങോട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വെക്കാം. അത് കഴിഞ്ഞ ശേഷം ഇതെടുത്ത് തിന്നാം. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൻ്റെ വ്ളോഗ് ഉണ്ട്, അതുകൂടി കേൾക്കാം. അതുകൂടി കാണാം. നമുക്ക് ഓട്സ് എടുത്തുകൊണ്ടിരാം. അതിൻ്റെ ഒപ്പം തന്നെ ഓട്സും കഴിക്കാം. Birthday
card. Birthday card. Chang is opening her birthday card. This is an envelope. The card is inside a birthday note. The candles in the watermelon. You light candles with a lighter. So this is a party. ക്ലാസ് കഴിഞ്ഞു. നമുക്ക് കോട്ടയ്ക്ക് പോകണം ഗൈസ്. ഇപ്പം തന്നെ പോകണം. ടീമാണല്ലോ ഇപ്രാവശ്യം ടൈമിലിറങ്ങി. അടി പോയിട്ടുള്ളൂ. നവീൻ അടി പോയി അറിയാം. മാസം സംഭവം തരുമോ? ഭയങ്കര തിരക്കിലാണെന്ന് കാണിച്ചു. ഫോണൊക്കെ ചോട്ടിൽ വെച്ചാണ്ട് തിരക്കിലാണ്. ഒരു അലിൻ ജോസ് ഉണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്ത് ഫോണൊക്കെ ചെയ്ത് അതുപോലെ. ഞാൻ പകുതി 19 തരാം. എനിക്ക് കിട്ടിയില്ല സാലറി ഒന്നും. 19 തരണം. ഇവിടെ കേറി നമുക്ക് എന്തായാലും ഒപ്പം വരുമല്ലോ. വല്ല ചെലവേ ആട് മതി. ഞാനാ പറഞ്ഞൊരു കോഴി ഞാൻ പോയാൽ പൊളിക്കൂലേ? വ്ളോഗ് ചെയ്യാ ചെലവെന്തിനാ പണിക്കായിരിക്കണം. ഫുൾ ടൈം പണിയാണ്. അപ്പൊ പ്രൊഡക്റ്റീവ് ഇടാനല്ലേ. രാവിലെ 7 to 10 ക്ലിനിക്ക്, അത് കഴിഞ്ഞിട്ട് 10 to 5 കേക്ക് കമ്പനി, അത് കഴിഞ്ഞിട്ട് 5 to 10 വീണ്ടും ക്ലിനിക്ക്. അങ്ങനെ നമ്മളിപ്പോ എന്തിനാ കോട്ടയ്ക്ക് വന്നതെന്ന് വെച്ചാല് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പൊ അതിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് ചായ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പോവാം. പക്ഷെ നമുക്ക് വിത്തൗട്ടാണ്. നല്ല മധുരം ഇടാത്ത ചായ, പീനട്ട് ബട്ടർ, പീനട്ട് ബട്ടർ അല്ല പപ്സ്. ഹെൽത്തായിട്ട് എന്ത് തിന്നണ ഐസ് മധുരം ഇടാതെ ആദ്യമായിട്ട് കോപ്പി പിടിച്ചത്. എനിക്ക് പഞ്ചാര ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാത്തിനും പഞ്ചാര ഉണ്ടാവേണ്ട ടേസ്റ്റ് ഉള്ളത്. വെയിറ്റ് നോക്കിയാ കുറേണ്ടാ? വെയിറ്റ് കുറേ അറിയില്ല. 52 ലാസ്റ്റ്. അതുപെടുന്നാണ്ട് ഒരു കുഴി 6 സ്റ്റിച്ച് ആയിട്ടുണ്ട്. കണ്ടിട്ട് കാണുമ്പോൾ എനിക്ക് ഉള്ളിലാണ് കയറി. ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയല്ലേ കാണാൻ. മൈൻഡ് മൊത്തം എന്റെ മൈൻഡൊക്കെ പെട്ടെന്ന് അതിന് അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. ജസ്റ്റ് അങ്ങനെ കാണുമ്പോ ബില്ല് കൊടുക്കേ. രണ്ട് കോഫി, ഒരു പപ്സ്, തിരക്കാം. ഇങ്ങോട്ടേക്ക് പോകണ്ട. തെരുവാ വരാ. രണ്ട് ദിവസം കോട്ടൊക്കെ തന്നെ വരുവ. ആ നെസ്റ്റോല് കറങ്ങും, ഒന്നും ആകൂല, വെറുതെ ഇങ്ങനെ നോക്കി പോകും. ഇത്ര സീറ്റ് ഒന്നും നിൽക്കൂല. മാസാണ് നിന്നു പോണം. ലെഗിന്റെ ഒറ്റ കയ്യിലാണ്, ഒറ്റ മൂടിയാണ് ഓന്റെ പേര്. മാസനല്ലേ ട്രിപ്പ് പോണ മീൻ. മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മധുരമുള്ള സാധനങ്ങൾ തിന്നുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മുട്ട പപ്സ് തന്നാ പ്രോട്ടീൻ. കുട്ടികളെ വന്നാ പേടിച്ചോണ്ടോ. ഇവിടെ നിക്കേ 1.5 അര അടക്കാം. 1.5 അര അടക്കാം. ആ ഒരു മുട്ടല്ലേ ഇവിടെ നിക്കണം, കൂടി പോരുതിട്ടാ. ഞാൻ വരുമോ?
അല്ല ഇജോടൊക്കെ മുട്ട പിന്നെ വാങ്ങി തരാ. അത് ഞാൻ ചീപ്പ് അയച്ചല്ലേ ഇജ്ജ് ഇവിടെ നിന്ന് ഇപ്പം കൺഫേം ആയിക്കോളും ഇപ്പോൾ അവിടെ വാതിൽക്ക് നോക്കുന്നത് ഇജോടൊക്കെ ഇജു വലിയ തൊള്ളട്ട് നല്ല ആക്കിയതല്ലേ. ഞാൻ ഇവിടെ നിന്ന് വലിയ ചോര് പോവാണ്. പണികളുണ്ട് കുറെ അമ്മ ഇത് മേടിക്കും എന്താ തിന്നോ അല്ലെ യൂട്യൂബർ എന്നിട്ട് കാര്യമാണ്. യൂട്യൂബർ എന്തല്ല യൂട്യൂബർ സാധാരണക്കാരാണ് യൂട്യൂബർക്ക് വലിയ വലിയ സ്കാമാണ് ഇവിടെ ആ ഓളിക്കുട്ട അവൻ ഐസ്ക്രീം വലിയ സ്കാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 25 ഉറുപ്പിന്റെ 30 പിന്നെ 35 പിന്നെ 50 കടലിന് മുമ്പിൽ നിന്നിട്ട് പറയണം. സ്കാം നമ്മൾ വീട്ടിലെത്തി നമുക്ക് കഴിഞ്ഞു. അതാ തുറന്നിട്ടില്ല, അപ്പുറത്ത് കൂടെ പോകണം. നമ്മൾ ചിയ സീഡ് വാങ്ങി. ചിയ സീഡ്. അങ്ങനെ ഇന്നത്തെ ഇംഗ്ലീഷ് പഠിത്തം കഴിഞ്ഞു. അങ്ങനത്തെ വലിയ വലിയ ടാസ്ക് കഴിഞ്ഞു. ജിമ്മ് കഴിഞ്ഞു, ഔട്ട്ഡോർ ഇൻഡോർ വർക്കൗട്ട് കഴിഞ്ഞു. അതിന് ജിമ്മ് പത്രമിടലും, പിന്നെ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞു, വെള്ളം കൂടി ഉണ്ട്. പിന്നെ നമ്മൾ മിക്കവാറും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഷോർട്ട് ടേം കോഴ്സിന് ചേരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചാൽ മതി. കാരണം എല്ലാം പാടി ആകുമ്പോൾ ചിലപ്പോൾ ആകെ തല വരും, ഒന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഫോക്കസ് മുഴുവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നോക്കണം ഗൈസ്. കാരണം ചിലർ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉറച്ചിക്കണില്ലാന്ന്. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുണമുള്ള സാധനമാണ്. പക്ഷേ ഇത് എല്ലാം പാടി ഒപ്പം പഠിച്ചാൽ നോക്കിയാൽ ചിലപ്പോൾ ഒന്നും ആവലുണ്ടാവില്ല. അതിനായിട്ട് എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കിയിട്ട് അങ്ങനെ ഡീപ്പായിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചത്. ഡ്രോപ്പ് ഷിപ്പിംഗ് അവിടെ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ 3:15 പെട്ടെന്ന് സ്കെച്ച് ചോറ് വയ്ക്കണം. യെസ് വരാം ഗൈസ്. ഇന്നത്തെ ലഞ്ച് ദാള് കറി, മീൻ വറ്റിച്ചത്, ഒരു മുട്ടയും, അത്രേ ഉള്ളൂ ഗൈസ്. കഴിച്ചിട്ട് വരാം. നിങ്ങളും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കൂ. വെറുതെ നിൽക്കല്. എന്തെങ്കിലും അടുക്കളയിൽ പോയിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തിന്ന് പോരെ. ഗൈസ് നമ്മളെ ക്ലിനിക്ക് കഴിഞ്ഞു. ഒരു കടലൊക്കെ ഇങ്ങനെ വല്ല പെരിക്ക് പോയിക്കൊണ്ടിരിക്കണം. യെസ് ചൂടാവല്ലേ ആ കണ്ടക്കില്ല ഇച്ചിട്ടാളെ ഗൈസ്. ജിമ്മിനാണ് ഗൈസ്, വെറുതെ വന്നതാ. ഗൈസ് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ചോറ് വെച്ചു, സ്കെച്ച് വാങ്ങി, ബുക്ക് വായിക്കാനുണ്ട്. ബുക്ക് വായിച്ചിട്ട് ചെയ്യാം, വർക്ക് കണ്ടിട്ട് ചെയ്യാം. പക്ഷേ ബുക്ക് വായിക്കാതെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് വായിച്ചിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.